നമസ്കാരം. ശബരിമലയിലെ കൊടിമര കേസ് അന്വേഷിക്കാൻ സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണ സംഘം രൂപീകരിച്ചു. 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. കൊടിമര പ്രതിഷ്ഠയിൽ അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കി ശബരിമലയിൽ എത്തിച്ചത് അഡ്വക്കേറ്റ് കമ്മീഷനാണെന്നാണ് കണ്ടെത്തൽ. സുരേഷ് ഗോപിയും ഷാജി കൈലാസും അടക്കം 27 പേർ നൽകിയ സ്വർണത്തിന് രസീത് നൽകുകയോ മഹസറിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടും ഇല്ല. ശബരിമലയിലെ കൊടിമരവും മോഷണത്തിന്റെ പ്രതീകമായി മാറുകയാണോ? ചർച്ചയിൽ ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ ഡി സുരേഷ് കുമാർ CPM, ശ്രീമതി TP സിന്ധുമോൾ BJP, ശ്രീ സുഭാഷ് ബാബു മുൻ പോലീസ് സൂപ്രണ്ട് എന്നിവർ. ആദ്യം ശ്രീ സുരേഷ് കുമാർ, ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ 2017 കൊടിമരം സംബന്ധിച്ച റിപ്പോർട്ട് കൊടുത്തത്. അതിൽ ചില ക്രമക്കേടുകളെക്കുറിച്ച്, അതല്ലെങ്കിൽ നിയമപ്രകാരമല്ലാതെ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനയുണ്ട്. പക്ഷേ അതുകൊണ്ട് അന്നത്തെ ബോർഡിനെ കുറ്റപ്പെടുത്തുന്നില്ല. അന്ന് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നു. ഈ അഭിഭാഷക കമ്മീഷണറാണ് അവിടെ സകലതിനും മേൽനോട്ടം വഹിക്കുകയും സകല കാര്യങ്ങളുടെയും കാര്യക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അന്വേഷിക്കുന്നത് വിജിലൻസ് ആണെങ്കിലും അന്നത്തെ കോൺഗ്രസ്സുകാരുടെ തലയിലിടാം എന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അല്ല, അന്നത്തെ കോൺഗ്രസ്സുകാരുടെ തലയിലിടുന്നതല്ലല്ലോ. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയവർ എങ്ങനെയാണോ ഉത്തരവാദികളാകുന്നത്, അതിനേക്കാൾ ഗൗരവതരമായ രീതിയിൽ ഈ കേസിൽ അവർ ഉത്തരവാദികളാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനകത്ത് ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ സ്വർണ്ണ കൊടിമരം ഇളക്കി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ച തീരുമാനം അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഈ പറയുന്ന നിലയിലാണെങ്കിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിനടക്കമുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്, ഫാക്റ്റാണ്. ദേവസ്വം മന്ത്രിയല്ല, ദേവപ്രശ്നമാണ്. ദേവപ്രശ്നത്തിൽ കൊടിമരം ദുർബലമാണെന്ന് കണ്ടു, പുതിയ കൊടിമരത്തിന് ശുപാർശ കൊടുത്തു. അങ്ങനെ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി ഈ അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ASP കുറുപ്പിന്റെ മുൻകൈയിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചു. ഇതാണ് സംഭവിച്ചത്. ദേവസ്വം മന്ത്രി എന്ത് ചെയ്യാനാ? അതെ, ആ ക്രിമിനൽ കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ് പ്രാഥമിക അന്വേഷണം നടത്തി 30 ദിവസത്തിനകത്ത് റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നാണ് ഇന്നലെ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിനകത്ത് വളരെ വ്യക്തമായി വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ കൊടിമരം ഇളക്കി മാറ്റി സ്ഥാപിക്കൽ മാത്രമല്ല, ഈ കൊടിമരത്തിന് വേണ്ടി ആവശ്യം വേണ്ടുന്ന സ്വർണം എങ്ങനെ സമാഹരിച്ചു, അത് കൃത്യമായി പറയുന്നുണ്ട്. കസ്റ്റംസിൽ നിന്നും സ്വർണം വാങ്ങുകയുണ്ടായി, കിലോ കണക്കിന് സ്വർണം വാങ്ങി. ഭക്തരും സെലിബ്രിറ്റീസും അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ, അവരിൽ നിന്നും സ്വർണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് അറിയാമോ? അവരിൽ നിന്നും കളക്ട് ചെയ്ത സ്വർണം അങ്ങനെ കളക്ട് ചെയ്യപ്പെടുമ്പോൾ 3A ഫാറം സീൽ വെച്ച രസീതിൽ അത് കൃത്യമായി രസീത് നൽകണം. ആ രസീത് നൽകിയിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട ആ കാര്യം. ചോദിക്കുമ്പോഴാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള ശ്രീ അജയ് തറയിൽ, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് മറുപടികൾ വരാൻ സാധ്യതയുണ്ട്, ഞാനത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഉരുണ്ട് കളിച്ചാൽ കോൺഗ്രസിനും അന്നത്തെ ദേവസ്വം ബോർഡിനും ഉള്ള പങ്കാളിത്തം ഇല്ലാതാകുന്നില്ല എന്നുകൂടി തുടക്കത്തിലേ തന്നെ ഞാൻ പറയാൻ വേണ്ടി തയ്യാറാകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റെസിപ്റ്റിൻ്റെ നമ്മൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ആരൊക്കെ സ്വർണം കൊടുത്തു, ആരൊക്കെ നൽകിയ സ്വർണം എടുത്തിട്ടുണ്ട്, ഇത് എത്ര കിലോ സ്വർണം വന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അളവുകോൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ തെളിവുകളും അവശേഷിക്കാതെയാണ് അവരെന്ന കാര്യം ചെയ്തിരിക്കുന്നത് എന്നതുകൂടി നാം ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇവിടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ പെടാൻ പോകുന്നത് ആ കാര്യമാണ്. അത് ചോദിക്കുമ്പോൾ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ അജയ് തറയിലിനെ പോലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട്, വിശ്വാസി സമൂഹത്തോട് മറുപടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, അതാണല്ലോ CPM-ന്റെ പോയിട്ട് ഞാൻ വരാം. ശ്രീ രാജു പി നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗവുമായിരിക്കുമ്പോഴാണ് 2017 പുതുക്കിയ കൊടിമരം സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ പല ആളുകളിൽ നിന്ന് സ്വർണം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ സ്വർണം സ്വീകരിച്ചതായി റെസീറ്റ് കൊടുക്കുകയോ കൃത്യമായി അതിൻ്റെ വിശദാംശങ്ങൾ മഹസറിൽ എൻ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11/6/2017 ഇന്നേ ദിവസം ഒരു ഭക്തൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പിനെ ഏൽപ്പിച്ച 5 ഗ്രാം തങ്കവകകൾ തിരുവാഭരണം കമ്മീഷണറെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏത് ഭക്തൻ തുടങ്ങിയ കാര്യങ്ങൾ പോലുമില്ല.
നടപടിക്രമം അനുസരിച്ച് കൃത്യമായി എൻ്റർ ചെയ്യേണ്ട തിരുവാഭരണം രജിസ്റ്ററിൽ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ല. ഇതിൽ നേരത്തെ നിശ്ചയിച്ചത് തിരുവാഭരണം കമ്മീഷണർ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കാനായിരുന്നു. അതിന് പകരം അഭിഭാഷക കമ്മീഷണറാണ് ഈ കാര്യങ്ങൾ സ്വർണ്ണമടക്കമുള്ളവ സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് 2017 അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ 2019 കാര്യം അന്വേഷിക്കുന്നത് പോലെ തന്നെ 2017 കാര്യവും സ്വാഭാവികമായും അന്വേഷിക്കണ്ടേ? അഭിലാഷ് ചോദിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഫോണിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഏകദേശം അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു ഇതെനിക്ക് കിട്ടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം അങ്ങ് ഞാനൊരു വാർത്ത വായിക്കാം. അങ്ങ് മാതൃഭൂമി ന്യൂസിന്റെ ഒരു സീനിയർ എഡിറ്ററാണല്ലോ. ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിന്റെ എഴുതിയിരിക്കുന്നൊരു വാർത്ത ഇന്ന് വായിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും മെമ്പറായിരുന്ന അജയ് തറയിലുമൊക്കെ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ ആരോപണം ഉയരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും പേരുകൾ വിജിലൻസ് റിപ്പോർട്ടിലില്ല. പകരം കൊടിമരത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനായ ASP കുറുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിരിക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണക്കൊള്ള എന്ന തരത്തിലല്ല വിജിലൻസ് ഈ വിഷയം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്വർണം ഏറ്റുവാങ്ങാൻ അഭിഭാഷക കമ്മീഷണറെ ചുമതലപ്പെടുത്തിയില്ല. അതേസമയം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ നൽകിയ സ്വർണം ഏറ്റുവാങ്ങിയത് അഭിഭാഷക കമ്മീഷനാണ്. സ്വർണം ഏറ്റുവാങ്ങുമ്പോൾ രസീത് നൽകുന്നതിലും അഭിഭാഷക കമ്മീഷൻ വീഴ്ച വരുത്തിയെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. 20 പേരോളം സ്വർണം സമർപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ അവരുടെ പേരോ മറ്റു വിവരങ്ങളോ സ്വർണത്തിന്റെ അളവ് കണക്കോ സംബന്ധിച്ച് കുറുക്കിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തർ നൽകിയ സ്വർണം ഏറ്റുവാങ്ങാനും അത് റെക്കോർഡാക്കി സൂക്ഷിക്കാനും ചുമതലപ്പെടുത്തിയിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ്. അതിനുവേണ്ടി ദേവസ്വം ബോർഡ് പ്രത്യേക ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ അവിടെ നടന്നില്ല. അപ്പം അങ്ങ് ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലിനും എതിരെ ഉണ്ടാക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്ന ഈ ആരോപണത്തിൻ്റെ കള്ളത്തരം എന്താണെന്നുള്ളത് അങ്ങയുടെ ഒരു സഹപ്രവർത്തകൻ തന്നെ മാതൃഭൂമി ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് തെറ്റാണ് എന്ന് അങ്ങേക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഘടകവിരുദ്ധമായ ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. അങ്ങനെ തന്നെയാണ് ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കൊടിമര നിർമ്മാണത്തിന് ഈ സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. കൂടുതൽ ഭക്തർ സ്വർണ്ണം സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഇതിലേക്ക് പോലീസ് അന്വേഷണമാണ് അഭികാമ്യം. ആയതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം SIT വഴി നടത്തി സ്വർണ്ണ കൊടിമരവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന വസ്തുത വെളിച്ചത്തു കൊണ്ടുവന്ന് ഭക്തജനങ്ങളിലുള്ള സംശയം ദൂരീകരിക്കേണ്ടതാണെന്ന് കാണുന്നു. ആയതിന് ശുപാർശ. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നിലവിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് അംഗത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പരാമർശമില്ല. അതേസമയം ASP കുറുപ്പ് എന്ന ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള അമിതമായ താല്പര്യവും അവിടെ വന്നിട്ടുള്ള നടപടിക്രമങ്ങളിലെ വീഴ്ചയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച എന്തെങ്കിലും മോഷണമാണോ എന്ന് നമുക്കറിയില്ല. അത് അങ്ങനെ ആരോപിക്കാൻ മതിയായ വസ്തുത നമ്മുടെ മുമ്പിലുമില്ല. എന്റെ ചോദ്യം 2019 കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ 2017 എന്ത് നടന്നു എന്നുള്ളത് അന്വേഷിക്കണ്ടേ എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായും അന്വേഷിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ആരാണ് അന്വേഷിക്കപ്പെടേണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് CPM ഇത് പ്രയാർ ഗോപാലകൃഷ്ണനിലേക്കും അജയ് തറയിലേക്കും കോൺഗ്രസിൻ്റെ തലയിലേക്കും കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഈ നാടകം അത് അവരുടെ തന്നെ വിജിലൻസ് വിഭാഗം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് പോലെ ഈ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ക്ഷേത്രക്കൊള്ളയെ സംബന്ധിച്ചുള്ള കേസ് എങ്ങനെയെങ്കിലും സമീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. അജയ് തറയിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും ഇതിനകത്ത് പങ്കാളികളെ ആണ് എന്നുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കാതെ ഇപ്പോൾ ഈ വാജിവാഹനത്തെ സംബന്ധിച്ചും അന്വേഷിക്കാൻ വേണ്ടി നടക്കുമ്പോൾ 2019 കേസ് അതാണോ? 2019 A പത്മകുമാർ സ്വന്തം കൈപ്പട കൊണ്ട് തിരുത്തി ഗൂഢാലോചനയുടെ ഒരു ഉത്തരവുണ്ടാക്കിയെന്നല്ലേ കേസ്? അതിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? CPM ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഈ മറ്റന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും SIT ഒരു കോടതിയുടെ മുമ്പിൽ ചെന്ന് ഇത് അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരു കോടതിക്കും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറയാൻ കഴിയില്ല. ക്രമക്കേടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഒരു കോടതിക്കും കഴിയില്ല. പക്ഷേ ഇവിടെ 2019 കേസ് അതല്ല. 2019 കേസ് വളരെ കൃത്യമായിട്ടൊരു ഗൂഢാലോചന മാതൃകയിൽ അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ളയുടെ മാതൃകയിൽ ക്ഷേത്രക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന ഉത്തരവുണ്ടാക്കിയതും ആ ഉത്തരവ് സ്വന്തം കൈപ്പടയിൽ
അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരുത്തി എന്നുള്ളതാണ് ശരി, കേസ്. അതിനല്ലേ ഇന്നലെയും റിമാൻഡ് ക്ഷമിക്കണം, ജാമ്യം നിഷേധിച്ച് വീണ്ടും റിമാൻഡ് കിടക്കുന്നത്. ഫൈൻ. ശരി, ശ്രീ സുഭാഷ് ബാബു, 2017 നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്, ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അവിടെ നടപടിക്രമങ്ങളിൽ കാര്യമായ വീഴ്ച വന്നതായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. അടുത്ത 30 ദിവസത്തിനകം സംസ്ഥാന വിജിലൻസ് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതേസമയം തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2019 മുതലുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ നിയർ കംപ്ലീഷനിലാണ്. ഉടൻ തന്നെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ 2017 നടന്ന കാര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി ശബരിമലയിൽ ഒരു സ്പോൺസറായി വരുന്നത്, അതിനുമുമ്പ് പരികർമ്മയായിട്ടുണ്ടായിരുന്നു, സ്പോൺസറായി വരുന്നത് ഈ 2017 ഘട്ടത്തിലാണ്. അത് ഈ മണിമണ്ഡപത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിന്റെ ഈ പഴയ കാര്യങ്ങൾ, പഴയ കഥകൾ കൂടി അന്വേഷിച്ച് വെളിച്ചത്ത് വരാതെ സമ്പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടിലേക്ക് പോകാൻ കഴിയുമോ? അല്ല, അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൊടിമരത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അത് രണ്ടാമത് പുനരാവിഷ്കാരത്തിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ കൂടെ അന്വേഷിക്കണം. അതിനകത്ത് കേസ് വേണമെങ്കിൽ കേസ് വേറെ എടുക്കണം. അപ്പോൾ 2 കേസാണ് എന്ന് വളരെ വ്യക്തമാണ്. 2 കേസാണ്, 2 സമയത്താണ്, 2 വ്യക്തികളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ശരി, അത് 2 കേസായിട്ട് ഒന്നിച്ചത് ക്ലബ് ചെയ്യാനോ ഒന്നിച്ച് അന്വേഷിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് 2ആയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഡ്വക്കേറ്റ് കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു കോർട്ട് ഓഫീസറാണ്. ഒരു കോർട്ട് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നതിനെ പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആരെങ്കിലും കൂടെ ഒത്താശ ചെയ്ത് ഗൂഢാലോചന ചെയ്ത് മറ്റവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഇതേമാതിരി കൃത്രിമം ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ പരിശോധിക്കപ്പെടണം. അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജിലൻസ് ആദ്യമായിട്ടൊരു പരാതി കിട്ടി. അതായത് ഒരു ഭക്തൻ പരാതി കൊടുക്കുന്നു, അത് വിജിലൻസോട് അന്വേഷിക്കാൻ പറഞ്ഞു. അവരൊരു സാധാരണഗതിയിലുള്ള പ്രിലിമിനറി ആയൊരു അന്വേഷണം നടത്തി. ആ പ്രിലിമിനറി അന്വേഷണം നടത്തിയതിന് ശേഷം അവർ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം, അല്ല പൂർണ്ണമായിട്ട് രേഖകളൊന്നും പരിശോധിക്കില്ല, പൂർണ്ണമായിട്ട് എല്ലാ സാക്ഷികളെയും ഒന്നും ചോദിച്ചില്ല. കുറേ ആളുകളെയൊക്കെ ചോദ്യം ചെയ്ത് പ്രാഥമികമായിട്ട് ഇതിനകത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കും. ആ തകരാറുണ്ട് എന്ന രീതിയിൽ കാണുന്നു. അത് സ്വർണം പല ആളുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച സ്വർണം ശരിയായ രീതിയിൽ റെസീറ്റ് ചെയ്ത് രേഖകളിൽ പെടുത്തിയിട്ടില്ല എന്നും അത് ഉപയോഗിച്ചതിന് കൃത്യമായ കണക്കുകൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശദമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അവരെ SITക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കോടതിയെ സംബന്ധിച്ചോളം SITക്ക് കൊടുക്കുന്ന ഒരു ക്രിമിനൽ കേസ് വരുന്നതിന് മുമ്പ് വിജിലൻസ് സംബന്ധമായ കേസുകളായതുകൊണ്ട്, അതായത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് അത് എപ്പോഴും വിജിലൻസ് ആണ് നന്നാക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ദേവസ്വം വിജിലൻസിനെ കൊണ്ട് പറ്റില്ല. കാരണം അവർ കൊടുത്ത പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ പുറത്താണ് തുടർന്ന് അന്വേഷണം പറഞ്ഞത്. ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ആ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വിജിലൻസ് തന്നെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതിന് 1 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് വിശദമായിട്ട് ഈ രേഖകൾ പരിശോധിക്കുകയും കൊടുത്ത ആളുകൾ ബന്ധപ്പെടുകയും അവർക്ക് ഇതിൻ്റെ റെസീറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നും, അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ഭക്തൻ്റെ പേരെഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് പലരും പറയും എൻ്റെ പേരെഴുതണ്ട, അത് ഒരു ഭക്തൻ നിങ്ങൾ എഴുതിയാൽ മതി. അങ്ങനെയാണോ എന്ന് ആ കിട്ടിയത് ആരാണെന്ന് ഇവരെ വെളിപ്പെടുത്താൻ സാധിച്ചാൽ, ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല, സാധിച്ചാൽ ആ വ്യക്തിയെ കണ്ട് ചോദ്യം ചെയ്തതിന് ശേഷം അതിനകത്തിലെ വസ്തുത എന്താണ്, സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് ഈ അന്വേഷണം വിജിലൻസിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ, അതൊരു ഡീറ്റെയിൽഡ് എൻക്വയറിയാണ്. ആ ഡീറ്റെയിൽഡ് എൻക്വയറിക്ക് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തിൽ ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാം. ഇപ്പോൾ അതിനകത്ത് ചില സംശയ സാഹചര്യങ്ങളുണ്ട്. അത് വിശദമായി അന്വേഷിക്കേണ്ടതാണ് എന്ന് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കോടതി അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു. അത് വിജിലൻസ് അന്വേഷിച്ച് 1 മാസത്തിനുള്ള റിപ്പോർട്ട് വ്യക്തത വരുള്ളൂ എന്നാണ് എനിക്ക് പറയാം. തീർച്ചയായിട്ടും വിജിലൻസ് എന്താണ് കണ്ടെത്തുന്നത് നോക്കാം. ശ്രീമതി TP സിന്ധുമോൾ, 2017 സംഭവിച്ചത്, 2017 കൊടിമരം വീണ്ടും പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിനാധാരമാക്കിയത് 2014 അഷ്ടമംഗല ദേവ പ്രശ്നമാണ്. കൊടിമരം ദുർബലമായി, പുതിയ കൊടിമരം വേണം തീരുമാനിക്കുന്നു. അപ്പോൾ ഈ കൊടിമരം സ്വർണം പൂശാനുള്ള മുഴുവൻ തുകയും, കൊടിമര നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയും എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 3,20,00,000 ഇതിന്റെ മൊത്തം ചെലവായി കണ്ടത്. ഈ 3,20,00,000 രൂപയും ഹൈദരാബാദിലുള്ള ഒരു കമ്പനി, ഫീനിക്സ് എന്ന് പറയുന്ന കമ്പനി സ്പോൺസർ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് ധനലക്ഷ്മി ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ ഒരു അക്കൗണ്ട് തുറന്നു. ആ അക്കൗണ്ടിലേക്ക് ഈ എസ്റ്റിമേറ്റിൽ പറഞ്ഞ മുഴുവൻ തുകയും അയച്ചു. എന്നിട്ട് ആ പണം ഉപയോഗിച്ചിട്ടാണ് സ്വർണ്ണമടക്കം വാങ്ങിച്ചത്, പണികളൊക്കെ തീർത്തത്. സാധാരണ നടക്കുന്ന കാര്യം. പക്ഷേ ഇതേ കാര്യത്തിന് എന്തിന് സ്വർണം പൂശാൻ, കൊടിമരം സ്വർണം പൂശാൻ
ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് സ്വർണം വഴിപാടായി സ്വീകരിച്ചു. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പല ആളുകളുടെ അടുത്തുനിന്നും ഇപ്പോൾ അറിയാവുന്നതുപോലെ നമ്മുടെ സംവിധായകർ ഷാജി കൈലാസ്, അതുപോലെ നിർമ്മാതാവ് മേനക സുരേഷ് കുമാർ, മറ്റ് ചലച്ചിത്ര താരങ്ങൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അടുത്തുനിന്ന് വേറെയും സ്വർണം വാങ്ങിച്ചു. ഈ സ്വർണത്തിന് കണക്കില്ല, ഈ വാങ്ങിച്ചു എന്നതിന് റെസീറ്റ് കൊടുത്തിട്ടില്ല. ഈ മുഴുവൻ ആളുകളെയും കൊടുത്ത മുഴുവൻ ആളുകളെയും കണ്ട് ചോദിച്ചാലേ ഇനി യഥാർത്ഥത്തിൽ എത്ര കൊടുത്തു എന്ന് അറിയാൻ പറ്റുമെന്ന് വിജിലൻസ് പറയുന്നു. അപ്പോ 2019 നടന്നതിന് സമാനമോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് എന്തൊക്കെയോ 2017 നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ടി വരില്ലേ? അഭിലാഷേ, തീർച്ചയായും BJP ആദ്യം തൊട്ട് പറയുന്നത് ഇതൊരു കുറുവാ സംഘമാണ്. കുറുവാ സംഘം എന്ന് ഉദ്ദേശിച്ചത് CPM-ൽ നിന്നും ഇപ്പോൾ നമ്മൾ അറിഞ്ഞു, പോറ്റിയിൽ തുടങ്ങി നമ്മൾ ബൈജു അതുപോലെ തന്നെ സുധീഷ് വരെ ഒരു 6-7 പേരിലേക്ക് എത്തി. അതിനുശേഷം നമ്മൾ മറ്റു പല കാര്യങ്ങളും ഇതിനെ ചൊല്ലി പുറത്തു വരുന്നതായിട്ട് കണ്ടു. അവിടെ ആരാണുള്ളത്? കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസും CPM-ഉം ഉൾപ്പെട്ട ഒരു കുറുവാ സംഘം കുറേ അധികം കാലങ്ങളായി ശബരിമലയെ, അയ്യപ്പനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നു കഴിഞ്ഞു. അതിനെ ഇനി എങ്ങനെ മറച്ചു വയ്ക്കാൻ രാജു പി നായർ ഉൾപ്പെടെ ശ്രമിച്ചാലും സാധിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ SIT അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളതും അതിലേക്ക് എത്തുന്നതും. ഇവിടെ കോൺഗ്രസ് ഇറക്കിയ ഒരു പാട്ട് ഇപ്പോഴും നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. ഇന്ന് അതിൻ്റെ കൂടെ ചേർത്ത് പാടാം, സ്വർണം കട്ടവൻ ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ, കൊടിമരം കട്ടവൻ ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. ആ നിലയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുക. ഇവിടെ 2012 വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് അത് നിയമങ്ങൾ പാലിക്കാതെയാണെന്ന് തെളിഞ്ഞു. ആ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകരുടെ ചെറു പ്രതിമകൾ ഉൾപ്പെടെ അതിലുണ്ടായിരുന്ന പറകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. അതേപോലെ തന്നെ ആ കൊടിമരത്തിൽ ഏതാണ്ട് 28ഓളം ആലിലകൾ, സ്വർണം പൂശിയ ആലിലകൾ ഉണ്ടായിരുന്നത് ഇന്ന് 13 എണ്ണം മാത്രമാണ്. ബാക്കി 15 എണ്ണം എവിടെ പോയി എന്നുള്ള ചോദ്യം നിൽക്കുന്നു ഇവിടെ. അതുപോലെ തന്നെ ഈ പുതിയ കൊടിമരത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അഭിലാഷ് പറഞ്ഞു, ഏതാണ്ട് 3,20,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അത് മുഴുവൻ ഹൈദരാബാദിൽ ഉള്ള ഒരു കമ്പനി, ഫീനിക്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അത് മുഴുവൻ തുക ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ 3,20,00,000 രൂപയും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് 4 ഘട്ടങ്ങളിലായി കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. അതിൻ്റെ പുറമെയാണ് ശ്രീ പ്രയാഗ് രാധാകൃഷ്ണനും ഒപ്പം അജയ് തറയിലും ചേർന്ന് ഏതാണ്ട് 2.5 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കാണ് SIT ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ എത്തിയിരിക്കുന്നത്. അതുപോലെ പ്രമുഖരുടെ കയ്യിൽ നിന്നും സ്വർണം ഇതിനു വേണ്ടിയിട്ട് പൂശാൻ സ്വർണം വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഇതിനൊന്നും തെളിവുകളില്ല, ഇതിനൊന്നും രേഖകളില്ല. ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഇത് 2017 ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇതിനു മുമ്പും ഈ ശബരിമല എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ കുറുവാ സംഘത്തിന് കൈയിട്ട് വാരുവാനുള്ള ഒരു സംഭവമാണെന്ന് ഇരു മുന്നണികളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അയ്യപ്പന്റെ കടാക്ഷം കൊണ്ട് ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അഭിലാഷേ. മാത്രമല്ല ആന്റണി ആ 2 കോടി രൂപയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് പറഞ്ഞത് കേരള കോൺഗ്രസിന്റെ ഒരു നേതാവാണ് ആ വിവരം പുറത്തുവിട്ടത്. നെടുവത്തൂർ ഫിനാൻസ്, സോണിയാഗാന്ധിയുമായിട്ടുള്ള സമാഗമം, കൂടിക്കാഴ്ച, ഇതെല്ലാം കോൺഗ്രസിന്റെ നേരെ ഒരു വിരലല്ല 10 വിരലും ചൂണ്ടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അഭിലാഷേ. മുന്നണികളും ഈ കള്ളത്തരത്തിന്റെ ഭാഗഭാക്കുകളായിട്ടുണ്ട്. ശരി, ഇവിടെ ശ്രീ സുരേഷ് കുമാർ, വാജി വാഹനത്തിന്റെ കാര്യമാണല്ലോ ആദ്യം വന്നത്. 2012 തീരുമാനം ലംഘിച്ച് 2017 വാജി വാഹനം തന്ത്രിയുടെ കയ്യിൽ കൊടുത്തയച്ചു, ദേവസ്വം സൂക്ഷിക്കാതെ. പക്ഷെ നോക്കൂ, അത് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലും അറിവിലുമാണ്. ഇവിടെ ഈ സ്വർണം വാങ്ങിച്ചത് നമ്മുടെ വലിയ സിനിമാ താരങ്ങളിൽ നിന്നും പണക്കാരിൽ നിന്നും ഒക്കെ സ്വർണം വാങ്ങിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണനോ അജയ് തറയിലോ അല്ല. ഈ അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പ് നേരിട്ടാണ്. അദ്ദേഹം നേരിട്ട് വാങ്ങിച്ചിട്ട് ഇത് തിരുവാഭരണം രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്ത് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ബാക്കി വന്ന സ്വർണം കൊണ്ട് താഴികക്കുടത്തിന് സ്വർണം പൂശി എന്നിട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഹൈക്കോടതി അന്നത്തെ ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ASP കുറുപ്പിനെ അഭിനന്ദിച്ചു. ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ഈ പണിയിൽ എന്ന് പറയുകയും ചെയ്തു. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്.
ഇവിടെ എന്ത് കുഴപ്പം, എന്ത് നടപടിക്രമങ്ങളിലെ വീഴ്ച വന്നാലും അതിന്റെ ഉത്തരവാദിത്വം അഭിഭാഷക കമ്മീഷണർക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് പ്രയാർ ഗോപാലകൃഷ്ണനിലേക്കോ അജയ് തറയിലേക്കോ ഈ വിവരം വെച്ചിട്ട് എങ്ങനെ വിരൽ ചൂണ്ടാൻ കഴിയും? അല്ല, ഒരു മിനിറ്റ്. ഞാൻ അതിനു മുൻപ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും BJP യുടെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. അതിലൊന്ന്, ഈ വാജി വാഹനം അദ്ദേഹം വളരെ അഡ്വാൻസായി ജാമ്യം എടുത്ത് പോവുകയാണ്. ലാൻഡ് സെക്രട്ടറി ബെയിലെടുത്ത് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പോകുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ നിസ്സാരമായി പറഞ്ഞു പോകേണ്ടുന്നൊരു കാര്യമല്ല അത്. മൂല്യമളക്കാൻ കഴിയാത്ത അമൂല്യമായിട്ടുള്ള ക്ഷേത്ര ചൈതന്യം വിശ്വാസികളെ സംബന്ധിച്ച് അത് അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അത്തരത്തിലുള്ളൊരു സ്വത്ത്, അങ്ങനെ വരുന്ന ഏതുതരം വസ്തുക്കളും ദേവസ്വം പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന് മാനുവലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കേവലം അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ മാത്രം ഉത്തരവാദിത്തമായി ചുരുക്കുന്നത് ഇവിടെ അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണെങ്കിൽ, ഈ രൂപത്തിലാണെങ്കിൽ ഇത് ഞാൻ തിരിച്ച് അതിൻ്റെ ഒരു ഡിഫൻസ് എടുക്കുന്നതല്ല. അങ്ങനെ കാണുകയും വേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ത്രൂ ഔട്ട് വരേണ്ടി വരും. അത് എ പത്മകുമാറിനത് ബാധകമാകും, എൻ വാസുവിനത് ബാധകമാകും. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ സംശയം സുരേഷ് കുമാർ, ഭരണാധികാരികളുടെ ആക്ഷൻ എവിടെയാണ്? ഇപ്പോ വാജിവാഹനത്തിന്റെ കാര്യം പറഞ്ഞാൽ തന്ത്ര സമുച്ചയം അനുസരിച്ച് വാജിവാഹനം അത് ലോഹവസ്തുവാണെങ്കിൽ തന്ത്രിക്ക് എടുക്കാമെന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ 2012 ദേവസ്ഥത്തിന്റെ ഒരു ഉത്തരവുണ്ട് അത് സൂക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ, അത് വേറെ വിഷയം. തന്ത്ര സമുച്ചയം അനുസരിച്ച് ഇത് തന്ത്രിയുടെ സ്വത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ അത് കൊടുത്താൽ അന്നത്തെ ദേവസ്വം ഭരണാധികാരികൾ എന്ത് ചെയ്യും? അവർക്ക് അതിൽ കുറ്റകരമായ എന്ത് റോളുണ്ട്? അല്ല, മൂല്യം അളക്കാൻ കഴിയാത്തതും വിലപിടിപ്പുള്ളതുമായിട്ടുള്ള ഏതൊരു വസ്തുവും ദേവസ്വത്തിൻ്റെ അധികാരത്തിൽ സൂക്ഷിക്കണമെന്ന് കൃത്യമായി മാനുവൽ ഉള്ളപ്പോൾ ആ മാനുവൽ സംരക്ഷിക്കാൻ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റിനും ഉത്തരവാദിത്വമുണ്ട്. അതാണ് ആ ഉത്തരവാദിത്വം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരാം. ദേവസ്വം സ്വത്ത് രജിസ്ട്രിയിൽ സൂക്ഷിക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ അത് ഏതെങ്കിലും കാരണത്താൽ ആർക്കെങ്കിലും കൊടുക്കുന്നതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. 3A ഫാം രസീത് ഈ പറയുന്ന പണം സ്വരൂപിച്ചതായിരുന്നാലും ശരി, സ്വർണം സ്വരൂപിച്ചതായിരുന്നാലും ശരി, തങ്കം സ്വരൂപിച്ചതായിരുന്നാലും ശരി, അതിന് കൊടുത്തിട്ടില്ല. അത് ജോയിന്റ് ലയബിലിറ്റിയാണ്, കൂട്ടുത്തരവാദിത്വമാണ്. ആ കൂട്ടുത്തരവാദിത്വം ഇവിടെ നിലനിൽക്കുകയാണ്. അത് ഇനിയുള്ള ഈ പ്രാഥമിക അന്വേഷണത്തിൽ പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ വന്നത് ഈ CPM-ന് പറ്റിയതെല്ലാം കൂട്ടക്കൊള്ളയും കൂട്ട കവർച്ചയുമാണ്. ഞങ്ങൾക്ക് പറ്റിയതെല്ലാം വളരെ വിപുലമായ ചെറിയൊരു തെറ്റ് മാത്രമാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി വരുത്തി തീർക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢോദ്ദേശം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ കുറുവാ സംഘമെന്നാണ് കോൺഗ്രസിനെയും CPM-നെയും ഒരേപോലെ ഉപയോഗിച്ചത്. ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാഡം, നിങ്ങളും ഈ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെയാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കർണാടകത്തിലെ മുഖ്യമന്ത്രി ശ്രീ സദാനന്ദ ഗൗഡയും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം അഭേദ്യമാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോറ്റിക്ക് കൂട്ടുനിന്നത് ആരപ്പ, അത് BJP ആണ് പൊന്നപ്പ എന്ന് വിളിക്കേണ്ടി വരും. ആ രൂപത്തിലേക്ക് പാട്ട് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെല്ലാം കേമന്മാരാണ്, ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണെന്നുള്ള നിലയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ച് കളയരുത്. ഈ അന്വേഷണം ഇങ്ങനെ നടന്നു വരെയല്ലേ. ഈ അന്വേഷണത്തിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പങ്കാളികളായിട്ടുള്ളത്, ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്, ആരൊക്കെ ഇതിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ തെളിവുകൾ പുറത്തു വരുമ്പോൾ ചിലർക്ക് ഹാലിളക്കം ഉണ്ടാവുകയാണ്. അവരിവിടെ വെച്ച് ഈ അന്വേഷണം ക്ലോസ് ചെയ്യണം. കുറ്റപത്രം എത്രയും പെട്ടെന്ന് സമർപ്പിക്കപ്പെടണം. അന്വേഷണത്തിന് പരിധി നിശ്ചയിക്കുകയാണ്. അങ്ങനെ അന്വേഷണത്തിന് പരിധി നിശ്ചയിച്ച് പോകാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ കുറ്റപത്രം അടക്കം വൈകുന്നത് എന്നാണ് ശരി ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ പല സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശരി, ശ്രീ രാജു പി നായർ നേരത്തെ പറഞ്ഞതുപോലെ അഭിഭാഷക കമ്മീഷനാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചത്. വളരെ തന്ത്രപ്രധാനമായ റോളിൽ അവിടെ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ദേവസ്വം ബോർഡുമായിട്ട് ചില കാര്യങ്ങളിൽ തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൊടിമര പ്രതിഷ്ഠയ്ക്ക് 3 ദിവസം മുമ്പ് അന്നത്തെ ദേവസ്വം ബോർഡിന് കൂടുതൽ സ്വർണ്ണം ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷക കമ്മീഷൻ ഒരു കത്തയക്കുകയുണ്ടായി. അതേക്കുറിച്ച് പിന്നീട് ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം, അതായത് ASP കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വാചകം വായിക്കാം. 7ാമത്തെ ഖണ്ഡിക ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടാണ് 2018. Even though I have informed the TDP that through devotees
Several kilograms of gold is being received at Shabarimala. Several kilograms of gold is being received at Shabarimala. The TDP has not released any gold. In that context, I wrote another letter to TDP intimating that there are only 3 days remaining for the Dwaja Pradishta. Until today, TDP has neither released the gold nor given me any reply. 200 gram സ്വർണ്ണമാണ് ഇദ്ദേഹം ചോദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിലോ കണക്കിന് സ്വർണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു 200 ഗ്രാം സ്വർണം ചോദിച്ചിട്ട് തന്നില്ല ഈ നിമിഷം വരെ, ഈ ദിവസം വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കത്തയക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കിലോ കണക്കിന് സ്വർണം കിട്ടിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്ന് ഈ അഭിഭാഷക കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചതാണെന്ന്. ഇതിന് വല്ല കണക്കുണ്ടോ? അല്ലെ അഭിലാഷ്, ഒന്നുകൂടി അത് വായിച്ചു നോക്കാവോ? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒന്നുകൂടി അത് വായിച്ചു നോക്കാവോ? എന്താ പറഞ്ഞിരിക്കുന്നത്? കൊടിമരത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഒരു കൊടിമരത്തിന്റെ സ്വർണ്ണഭൂഷത്തിന് വേണ്ടി കിലോ കണക്കിന് സ്വർണം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കൊടിമരത്തിന് വേണ്ടി കിലോ കണക്കിന് സ്വർണം കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലോ. എന്താ പറയുന്നത്? ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ശബരിമലയിൽ കിലോ കണക്കിന് നോക്കൂ. ആ ഒറ്റ പാരഗ്രാഫ്, അഭിലാഷ് വായിച്ച ഒറ്റ പാരഗ്രാഫ് ആ കൊടിമരത്തിന്റെ നിർമ്മാണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിരുന്ന റൈറ്റിയസ് പൊസിഷൻ വെളിവാക്കുന്നതാണ്. ശബരിമലയിലെ സ്വർണം എടുത്തുകൊണ്ട് ഇത് ചെയ്യാനല്ല, മറിച്ച് ഇതിനുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ച് സ്പോൺസറുടെ കയ്യിൽ നിന്ന് അതിനുള്ള പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തീർക്കണം. ശബരിമലയുടെ സ്വർണം എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു റൈറ്റിയസ് പൊസിഷൻ എന്താ ഉള്ളത്? അഭിലാഷ് എന്ന് പറ. മനസ്സിലായില്ലേ? ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളെ കൂടി കടന്നു പോയിട്ട് വരാം. BJPക്ക് ഇപ്പോൾ CPM കുറിച്ച് പറയാനില്ല. BJPക്ക് കോൺഗ്രസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ചെറുതൻ തലോടിപ്പോയി. ഇവർക്ക് ഇതെന്താണെന്നറിയോ? BJP സമരം ചെയ്ത് ആരെടുത്താ? സമരം ചെയ്തിട്ടില്ല. CPM ഓഫീസിലേക്ക് ഒരു സമരം നടത്തിയിട്ടുണ്ടോ BJP? പക്ഷേ BJP 2 സമരം നടത്തി. എവിടെയെന്നറിയോ? ഒന്ന് കൽപ്പറ്റയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലും, 2 മുക്കത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലും. പ്രിയങ്ക ഗാന്ധിക്ക് ശബരിമലയിൽ 2019 സ്വർണ്ണക്കൊള്ളയിൽ എന്താ പങ്ക്? നിങ്ങളൊരു ഫോട്ടോ പിടിച്ചുകൊണ്ടല്ലേ? എന്നിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്ത് പ്രിയങ്ക ഗാന്ധി രാജിവെക്കണം എന്ന് പറഞ്ഞ ശുംഭത്തരം കാണിച്ചവരല്ലേ ഇവർക്ക് എന്താ ആവശ്യം? ഇവർക്ക് CPM രക്ഷിച്ച് കോൺഗ്രസിന്റെ മേലേക്ക് ഇത് കൊണ്ടുവരണം. കാരണം ഇന്ത്യയിൽ മുഴുവനായിട്ട് കോൺഗ്രസ് ക്ഷേത്രക്കൊള്ള നടത്തി എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കലാണ് BJPയുടെ ആവശ്യം. അതുകൊണ്ട് CPM പ്രശ്നം അറിയോ? 10ഓളം CPMകാർ ജയിലിൽ കിടക്കുകയാണ്. കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങൾ. പക്ഷെ CPMനെതിരെ സമരം ചെയ്യാൻ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും ഇവിടെ വന്നിരുന്ന മറ്റു നേതാക്കന്മാരുണ്ടല്ലോ, അവർക്കൊന്നും നട്ടലിന് ഉറപ്പ് പോരാ. അടികിട്ടൊന്ന് മേടിച്ചിട്ടാണോ? അതോ നിങ്ങളുടെ ചങ്ങാത്തമാണോ? സിന്ധുമോളൊന്ന് പറയണം. എന്തുകൊണ്ടാണ് CPMന്റെ ഓഫീസിലേക്കൊന്നും നിങ്ങൾ മാർച്ച് നടത്താതെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഒന്ന് പറയണം. അപ്പൊ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണ്. ഒന്ന്. പിന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ ഒരു ഫോട്ടോയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തോട് പോയി ചോദിക്കുക. അന്ന് പോയി സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ചർച്ചയ്ക്ക് വരണം. അന്നുണ്ടായിരുന്ന ആളിപ്പോൾ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? ചോദിച്ചിരുന്നോ എന്താ സംഭവിച്ചിരുന്നത് എന്നുള്ളത്? അതൊന്ന് ചോദിച്ചിട്ട് വാ. അത്ര എനിക്ക് BJPയോട് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, CPM നിങ്ങൾ ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം ഇന്നലെ വരെ മാത്രമായിരുന്നു വാലിഡ്. ഇന്നലെ വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം വാലിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ വിജിലൻസ് കോടതി റിപ്പോർട്ട് പറയാൻ ആവശ്യപ്പെട്ടിട്ട് ആ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ അഭിഭാഷക കമ്മീഷനാണ്. ഇപ്പൊ കോടതിയുടെ നിഷ്പക്ഷതയോ അല്ലെങ്കിൽ കോടതി നിയോഗിച്ച ആളുടെ നിഷ്പക്ഷതയോ കുറ്റമോ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രോസസ്സ് മുഴുവൻ നടത്തിയത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടല്ലേ? ഹൈക്കോടതി ഒരു അഭിഭാഷകന്റെ കമ്മീഷൻ അയച്ച ഹൈക്കോടതിയുടെ സാന്നിധ്യമല്ലേ അവിടുത്തെ? അവിടെ ഇത് മുഴുവൻ ഹൈക്കോടതിയോട് സംസാരിച്ച് എല്ലാ ആഴ്ചയും റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലേ കോടതിക്ക്? അപ്പോൾ അഭിഭാഷക കമ്മീഷനും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു അഭിലാഷം പറയുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത്രയും കാര്യം കഴിഞ്ഞ് ഹൈക്കോടതിക്ക് കൊടുത്ത് ആ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? പക്ഷെ 2019 എന്താ സംഭവിച്ചത്? 2019 കോടതിയെ അറിയിച്ചില്ലെന്ന് മാത്രമല്ല, കോടതിയുടെ 11ഓളം വരുന്ന ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുകയാണ് 2024 ജൂലൈയിൽ 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി 2024 ജൂലൈയിൽ ഒരു അനാവശ്യ തിടുക്കമുണ്ടാക്കി. മണ്ഡലകാലം വരുന്നതിന് മുമ്പ് ഇത് ശരിയാക്കണം, അതുകൊണ്ട് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടണം എന്ന് പറഞ്ഞൊരു തിടുക്കമുണ്ടാക്കി. എന്നിട്ട് കോടതി അനുമതി കൊടുത്തില്ല. 2025 ജാനുവരിയിൽ മണ്ഡലകാലം തീർന്നു.
അത് കഴിഞ്ഞ് 2025 ജൂലൈ വരെ പിന്നെ ഒരു തിടുക്കവും ഇല്ല. 2025 ജൂലൈ ആയപ്പോൾ വീണ്ടും തിടക്കുണ്ടാക്കി. എന്നിട്ട് കോടതി എന്താ പറഞ്ഞത്? 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി വീണ്ടും അനാവശ്യ തിടുക്കം കൃത്രിമമായി കൊടുത്തുവിടാൻ വേണ്ടി സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ ഒരു നിരീക്ഷണം കറക്റ്റാണ്. ഹൈക്കോടതി തന്നെ അതിന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ നടത്തിയതുപോലെ, കാരണം ഹൈക്കോടതി അയച്ചിട്ടുള്ള അഭിഭാഷക കമ്മീഷനാണ്, ആ അർത്ഥത്തിൽ കോടതിയുടെ പ്രതിനിധിയാണ്. അവരാണ് ഈ കൊടിമര നിർമ്മാണത്തിന്, കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം വഹിച്ചത്. അതിലെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. ഇത് വസ്തുതയാണ്. പക്ഷേ എന്നിട്ട് റിപ്പോർട്ട് കൊടുത്ത് കോടതി അംഗീകരിച്ച അതേ കാര്യത്തിന് വീണ്ടും ഹൈക്കോടതി ഉത്തരവിടണമെങ്കിൽ, അന്വേഷണത്തിന് ഉത്തരവിടണമെങ്കിൽ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമല്ലോ. അതാണ് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹൈക്കോടതി റിപ്പോർട്ട് വാങ്ങുകയും വളരെ നന്നായി എന്ന് അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന ബോധ്യത്തിലായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും അന്വേഷണം? തീർച്ചയായിട്ടും ഹൈക്കോടതി കൂടെ ഇടപെട്ട ഒരു കാര്യമാണ്. ഹൈക്കോടതിയുടെ ഒരു കോർട്ട് ഓഫീസറായിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ, അത് പബ്ലിക് സർവൻ്റ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നുണ്ട് ഈ കമ്മീഷണർമാരൊക്കെ, അഡ്വക്കേറ്റ് കമ്മീഷണേഴ്സൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ കാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിച്ച ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഇനി ദേവസ്വം ബോർഡിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നോ ഏതെങ്കിലും രീതിയിൽ വീഴ്ച സംഭവിച്ചതിൻ്റെ അതിൻ്റെ പരിണിത ഫലമായിട്ട് അയ്യപ്പന് കിട്ടിയ സ്വർണം ഏതെങ്കിലും രീതിയിൽ അപഹരിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ സുതാര്യമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി ഒരു തീരുമാനമെടുത്താണ്. അത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും കോടതിയെ കൂടെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. മുമ്പെങ്കും നമ്മൾ കേട്ടുകഴിവില്ലാത്ത മാതിരി കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയെ സംബന്ധിച്ചുള്ളൂ അവരുടെ പോലും സത്യസന്ധതയെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതിൽ ഈ സ്വർണം അദ്ദേഹം മറ്റാളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം തിരുവാഭരണ കമ്മീഷണറെ മറ്റു ഉദ്യോഗസ്ഥന്മാരും അതിനകത്തിൽ ഏതെങ്കിലും രീതി വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആ റിപ്പോർട്ടിലെ ആ സൂചന അങ്ങനെയാണ്. ആ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അത് നടക്കണം. അതിൻ്റെ ഈ കൊടുത്ത ആളുകൾ ആരാണെന്നും എത്ര കൊടുത്തു എന്നും അതിന് റെസീറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നും അവിടുത്തെ രജിസ്റ്ററിൽ ഇത് എൻട്രി ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നോ അതുപോലെ അത് എവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം ഏതെങ്കിലും സ്ട്രോങ് റൂമിലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണോ ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് അവിടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ ജോലിയുടെ പരിധിക്കപ്പുറത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട അനിവാര്യമാണ്. അതിൻ്റെ ഒരു പരിശോധനയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് അന്വേഷണം നടത്തി അതിൽ ഏതെങ്കിലും രീതിയിൽ വീഴ്ച ആരെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അപഹരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ അന്വേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നേരിട്ട് അങ്ങ് ശിക്ഷിക്കൊന്നുമില്ല. ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിന് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെങ്കിൽ അത് ഏതെങ്കിലും ഇപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ടെങ്കിൽ അവർ ഉൾപ്പെടെ ഇത് എഴുതിയതിന് ശേഷം അത് വേണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമോ അതല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് പ്രകാരമോ പുതിയ കേസെടുത്ത് അതിനെ അന്വേഷിക്കേണ്ടി വരും. അല്ല ഇത് അന്തിമമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇതിന് ശേഷം വിജിലൻസ് കേസെടുത്താലും പുതിയതായിട്ട് കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും. അതല്ല ഇനി ഇതിനകത്ത് മറ്റു രീതിയിൽ നടപടികൾ മതിയെങ്കിൽ അത് അതിന് ശുപാർശ ചെയ്യാം. ട്രൈബ്യൂണലുണ്ട്. അങ്ങനെയൊക്കെ പല വഴികളും ഇതിൻ്റെ മുമ്പിലുണ്ട്. എന്തായാലും അതിൻ്റെ അന്വേഷണം നടത്തുന്ന അതിൻ്റെ നാൾ വഴികൾ പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയില്ല. എന്നാൽ 1 മാസത്തിനുള്ളിൽ എന്തായാലും ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇവർക്ക് കൊടുക്കാൻ സാധിച്ചേക്കും. അത് വരട്ടെ, വരുമ്പോൾ നമുക്ക് കൂടെ വ്യക്തമായിട്ടൂടി അഭിപ്രായം പറയാൻ പറ്റും. യെസ്, ശ്രീമതി സിന്ധുമോൾ, ഇതിലിപ്പോൾ അവരും കട്ടു ഇവരും കട്ടു എന്ന മട്ടിൽ രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്ത് ഇതിപ്പോൾ കേരളത്തിനൊരു പൊതു ആവശ്യമാണല്ലോ ശബരിമലയിൽ നടന്ന മോഷണം കണ്ടുപിടിക്കപ്പെടുക എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 90% അന്വേഷണവും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട പല ആരോപണങ്ങളും അന്വേഷണ സംഘം ആ നിലയ്ക്ക് ഉൾക്കൊള്ളുന്നില്ല. എൻ്റെ അറിവനുസരിച്ച് ഈ അന്താരാഷ്ട്ര ബന്ധം, പുരാവസ്തു കച്ചവടം തുടങ്ങിയ ആംഗിളുകൾ അന്വേഷണ സംഘം നിരാകരിച്ചു കഴിഞ്ഞു. അവർ ശബരിമലയിലെ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉരുക്കി അവിടെ മിസ്അപ്രോപ്രിയേഷൻ നടത്തി എന്ന മട്ടിലാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറ്റപത്രം കൊടുക്കുമ്പോൾ ആ ആംഗിളിലായിരിക്കും കേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നമുക്ക് രാഷ്ട്രീയം കിഴിച്ചാൽ കോടതി നിയോഗിച്ചിട്ടുള്ള ഒരു അന്വേഷണ സംഘം അവരുടെ അന്വേഷണം പൂർത്തീകരിക്കട്ടെ, കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ എന്ന നിലയിൽ കണ്ടാൽ പോരെ? അഭിലാഷേ, SITയുടെ അന്വേഷണം എത്രത്തോളമായി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അഭിലാഷ് പറഞ്ഞപ്പോഴാണ് ഏതാണ്ട് 96%
ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഒരു ഏക ആശ്വാസം. അതുമാത്രമല്ല, ഇപ്പോൾ SIT നടത്തിയ അന്വേഷണത്തിൽ തുടർന്ന് അതിൻ്റെ ചുവട് പറ്റി EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും BJP ആവശ്യപ്പെട്ടത് ഇത് കുറച്ചും കൂടി കൃത്യമായി ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തെളിയുന്നതിലേക്ക്, ഇതിൻ്റെ പുറകിൽ വൻമരങ്ങൾ വേറെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് BJP. ആ വൻമരങ്ങളിലേക്ക് എത്തണമെങ്കിൽ CBI അന്വേഷണം ആവശ്യമാണെന്ന് അന്നും ഇന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ SITയുടെ അന്വേഷണം ഒന്നുമില്ലാതെ പോയോ എന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ശ്രീമതി സിന്ധുമോൾ ഉന്നയിച്ച അതേ കാര്യം ഉന്നയിച്ചതാണ്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഏറ്റവും നല്ല അന്വേഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. രാഷ്ട്രീയമില്ലല്ലോ. അതെ, കോടതി അത് മോണിറ്റർ ചെയ്ത് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രമാണ് ഏകാശ്വാസം. അല്ലെങ്കിൽ ഇത് എപ്പോഴേ ഈ അന്വേഷണങ്ങൾ ഒരു പോറ്റിയിൽ മാത്രം ഒതുങ്ങി അട്ടിമറിക്കപ്പെട്ടു പോകുമായിരുന്നു. ഇപ്പോൾ അഭിലാഷ ഇതിനു ശേഷം വന്നിട്ടുള്ള പത്മകുമാറിലേക്ക് എത്തിയാലും മുരാരി ബാബുവിലേക്ക് എത്തിയാലും അതിനുശേഷമുള്ള ആളുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും BJP വിശ്വസിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ വലിയ വൻമരങ്ങളുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഇവിടെ രാജു പി നായർ എന്നെ പഠിപ്പിക്കാൻ വന്നു. രാജു പി നായർ രാപ്പകൽ സമരം BJP നടത്തി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ. നിങ്ങളല്ല നടത്തിയത്, BJP ആണ്. ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. അത് ശ്രീമാൻ പിണറായി വിജയനോടും ഇവിടുത്തെ LDF ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ ഈ മോഷണത്തിനെതിരെ നടത്തിയതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യുവമോർച്ചയുടെ ചുണക്കുട്ടികൾ സെക്രട്ടേറിയറ്റിന് നിയമസഭയുടെ മുന്നിൽ തല്ലുകൊള്ളുന്ന ചിത്രം മാതൃഭൂമി ഉൾപ്പെടെ കാണിച്ചില്ലേ? ഞങ്ങളുടെ ചുണക്കുട്ടികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളും കുറ്റക്കാരാണ് രാജു പി നായരെ. കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ നിങ്ങളുടെ MP-യുടെ അടുത്തേക്കും ആന്റണിയുടെ അടുത്തേക്കും ഒക്കെ ഞങ്ങൾ മാർച്ച് നടത്തും. ഞങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, കുറുവ സംഘം എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം ചേർന്നിട്ടുള്ള ഈ സംഭവത്തെയാണ്. ഒരു കാര്യം കൂടി ഞാൻ രാജു പി നായരോട് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ശബരിമലയുടെ പണം എടുത്ത് സ്വർണം എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ പറയുന്ന 3.2 കോടി രൂപ കൊടുത്തിട്ട് അതിലേതാണ്ട് 16 ലക്ഷം രൂപ മിച്ചം വന്നു. അത് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതിന് രേഖ നൽകിയിട്ടില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോടല്ലേ, അജയ് തറയിലിനോടും പ്രയാഗ് ഗോപാലകൃഷ്ണനോടും ഒക്കെ അല്ലേ ഈ ചോദ്യം വരുന്നത്? എന്തുകൊണ്ട് റെസീറ്റ് കൊടുത്തിട്ടില്ല? സെക്ഷൻ 3 പ്രകാരം ഇവിടെ പറഞ്ഞു നിങ്ങൾ റെസീറ്റ് നൽകണം. നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഉരുപ്പടി എന്തുകൊണ്ട് അക്കൗണ്ട് ചെയ്തില്ല? അക്കൗണ്ട് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ശബരിമലയുടെ സ്വർണം എന്ന് പറയാൻ പറ്റാത്തത്. രാജു പി നായരെ, താങ്കൾ തന്നെ പറഞ്ഞു ശബരിമലയുടെ സ്വർണം കൊടുക്കാൻ പറ്റില്ല, സമ്മതിച്ചു. അപ്പോൾ ഈ വന്നിരിക്കുന്ന സ്വർണമൊന്നും ശബരിമലയുടേതാണെന്നുള്ള രീതിയിൽ അക്കൗണ്ട് ചെയ്തിട്ടില്ല, കള്ളത്തരം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ? 2.5 കോടി രൂപ അക്കൗണ്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് കള്ളത്തരം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ? അപ്പൊ ശബരിമലയുടെ പേരിൽ ദേവസ്വം ബോർഡ് അക്കൗണ്ട് ചെയ്യാത്ത സ്വർണവും ഈ പണവും മിച്ചം വന്ന 16 ലക്ഷം രൂപയും വാജിവാഹനം ഉൾപ്പെടെ ആ കൊടിമരത്തിൽ നിന്നും കാണാതായ സ്വർണം പൂശിയ ആലിലയും ഒക്കെ ഉൾപ്പെടെ എത്രയോ കോടി രൂപ കോൺഗ്രസും ചേർന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കുർവാ സംഘം മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ വരണം. ഇപ്പോ CPM-ൽ നിന്നും ഓരോരുത്തരെയായി നമ്പർ ഇട്ട് വിളിച്ച് അഴിക്കുള്ളിലായതുപോലെ വലിയ താമസമില്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന്റെയും പ്രമുഖർ പലരും വരും. 2 കോടി രൂപ തിരിച്ചു കൊടുക്കാമെന്ന് ആന്റണി പറഞ്ഞല്ലോ. ആ പണം എതിലേ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ഇനി എത്രയോ പണം ഇതുപോലെ എത്തിയിട്ടുണ്ടാവും രാജു പി നായരെ കോൺഗ്രസില്. സോണിയാഗാന്ധിയെ കാണാൻ പോയത് അതിന്റെ വിശേഷമൊന്നും ഞങ്ങളുടെ നേതാക്കന്മാർ പറയണ്ട. പ്രൈവറ്റ് ആയിട്ടുള്ള കൂടിക്കാഴ്ച. ഇവിടെ ഞങ്ങളുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞു. പബ്ലിക്കായിട്ട് ഒരു ക്ഷേത്രത്തിൽ ഒരു അമ്പലത്തിന്റെ ചടങ്ങിൽ പോയി നിൽക്കുന്നതും പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ നേതാവിനെ കാണാൻ പോകുന്നതും അജഗജാന്തരം വ്യത്യാസമുണ്ട് രാജു പി നായരെ. ഞങ്ങൾ പബ്ലിക്കായിട്ട് ഇറങ്ങി നിന്നത്, ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി നിന്നത്, അമ്പലത്തിൽ നിന്നിരിക്കുന്നത്. ആ ഫോട്ടോയാണ് നിങ്ങൾ എടുത്തു കാണിച്ച് BJPക്ക് ഏതാണ്ട് വലിയ പ്രശ്നമുണ്ട്, പങ്കുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ BJPയെ പ്രശ്നത്തിലാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്കൊരു ഭയവുമില്ല. BJPക്ക് ശബരിമല കൊള്ളയിൽ ഒരു ഭയവുമില്ല. കാരണം നിങ്ങൾ 2 മുന്നണികളും ഇവിടുത്തെ ജനങ്ങളെ, ഭക്തജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും മുന്നോട്ട് പോകുന്ന കുറുവാ സംഘം തന്നെയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ശരി, അതാണ് BJPയുടെ പൊസിഷൻ. ശ്രീ സുരേഷ് കുമാർ, ഇതിപ്പോ
ആറാമത്തെ മാസമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് കൊടിമരം സ്പോൺസർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. അതിനപ്പുറത്തൊരു പ്രാഥമികമായ കേസുണ്ടല്ലോ, 2019 കേസ്. അപ്പോൾ അത് ആറാമത്തെ മാസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉടനെ കുറ്റപത്രം കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ വൈകാരികമായ ഒരു വിഷയത്തിൽ ഒരു ലോജിക്കലായ കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തി അത് ഇതാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. സാങ്കേതികമായി സീൽഡ് കവറിലല്ലേ ഹൈക്കോടതിയിൽ കൊടുക്കുന്നത്, ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം. അതിനപ്പുറത്ത് ജനങ്ങൾ ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണമല്ലേ അടിച്ചുകൊണ്ട് പോയത് എന്ന ആ മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ആ ജനങ്ങൾക്ക് മുമ്പിൽ സ്വർണം കട്ടവരാരപ്പാ എന്ന ആധികാരികമായി ഇതാ ഇവരെ ശിക്ഷിക്കാൻ പോവാണ് എന്ന മട്ടിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാനതിന് മറുപടി പറയാം. അതിന് തൊട്ട് മുമ്പ് ഒരു വരി ഒറ്റ കാര്യം. ഇവിടെ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് രാജു പി നായരുടെ വാദം പൊളിയുകയാണ്. അദ്ദേഹം ഒരു വല്ലാത്ത ഡിഫൻസ് എടുത്ത് വന്നു. ദേവസ്വം ചീഫ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് ഈ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3,20,30,000 രൂപയാണ് അദ്ദേഹം അന്നത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കപ്പെട്ടത്. ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനേക്കാൾ എത്രയോ തുക കൂടുതലായി പിരിച്ചെടുത്തു. സ്വർണം സ്പോൺസർഷിപ്പായി കണ്ടെത്തി, അതുപോലെ തന്നെ തങ്കം കണ്ടെത്തി. ഇങ്ങനെ പല രൂപത്തിൽ റെസിപ്റ്റ് കൊടുക്കാതെ ഈ തുക സമാഹരിച്ചതിന് പിന്നിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ പ്രാഥമിക അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് ഞാൻ കരുതുന്നത്. അവരെ വിശുദ്ധന്മാരായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം അംഗങ്ങളെ കുറിച്ചാണ് ഈ അന്വേഷണം എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ അജയ് തറയിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു, വി ഡി സതീശന്റെ യാത്ര എറണാകുളത്ത് എത്തുന്ന ദിവസം എന്നെ ചോദ്യം ചെയ്യുമെന്നൊരു CPM നേതാവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന്. ദേവസ്വം അംഗങ്ങളിലേക്കാണ് അന്വേഷണം എന്ന് ഇപ്പോഴേ തീരുമാനിച്ചു പറയാൻ അതിലുള്ള എന്ത് വിവരമാണ് അങ്ങയുടെ ഉള്ളത്? അല്ലല്ല, ഇതിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ ആ ആളുകളെ കുറിച്ചെല്ലാം അന്വേഷിക്കുമല്ലോ. ഇപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള കേസിൻ്റെ ആദ്യം എടുത്ത കേസിൻ്റെ അന്വേഷണം ഏതെല്ലാം വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത നിലയിലാണോ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അല്ലല്ലോ. അല്ലാതെ എത്രയോ വഴികളിലൂടെ ആ അന്വേഷണം സഞ്ചരിച്ചു. അപ്പോൾ ആ അന്വേഷണത്തെ പോലും ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ട് ആ അന്വേഷണത്തിൻ്റെ ഗതി തിരിച്ചു വിടുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ഇടപെടലുകളുണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഡീറ്റെയിൽ ആയി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പരിമിതമായ സമയമാണ്. 2 ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ വിവരങ്ങൾ ചോർത്തുന്നുണ്ട് എന്ന രൂപത്തിൽ ഉള്ള ഒരു കള്ളപ്രചാരവേല സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് വളരെ കൃത്യമായി ഇടപെടുകയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ്. 2 പേരെ അഡീഷണലായി സർക്കാരിന് വേണ്ടപ്പെട്ടവരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ ഇടപെട്ട ആ 2 പേരെയും പിന്നീട് ആ അന്വേഷണത്തിൻ്റെ സമിതിയിൽ ഉൾപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു വ്യവസായിക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്വർണ്ണ ഉപകരണങ്ങൾ മുഴുവനും ഒരു വ്യവസായിക്ക് വിറ്റു എന്ന രൂപത്തിൽ കള്ളപ്രചാരവേല. കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണിത് പറയുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും രൂപത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യമുണ്ടെങ്കിൽ ആ വൈരാഗ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് ബഹുമാന്യനായ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുകയാണ്. ആ കേസിന് ഉപോത്ബലകമായി ഒരു തുണ്ട് പേപ്പർ, ഒരു കീറക്കടലാസ് തെളിവായി കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഈ ആളുകളിന്, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല. നിരായുധനായി നിൽക്കുകയാണ്. എല്ലാ ആയുധങ്ങളും ആവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും കള്ളപ്രചാരവേലയും നടത്തി ഈ കേസിൻ്റെ മുഴുവൻ പഴിയും CPMന്റെ തലയിലേക്ക് കൊണ്ടുവെക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിയിട്ട് ഇപ്പോൾ എവിടെയാ തിരിഞ്ഞു നിൽക്കുന്നത്? ബൂമറാങ് പോലെ അത് തിരിച്ചു വന്നില്ലേ? ബൂമറാങ് പോലെ തിരിഞ്ഞു വന്ന് നിൽക്കുകയല്ലേ? ഇപ്പോൾ എന്നിട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ശ്രീ അജയ് തറയിലിൻ്റെ വക വരെയാണ് വാർത്താ സമ്മേളനത്തിലൂടെ എന്നെ ഇത്രാം ദിവസം അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഇത്രാം ദിവസം ചോദ്യം ചെയ്യാൻ വിളിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാപക്കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിനെ വിളിക്കും. അദ്ദേഹത്തിനെ വിളിക്കാതെ ഈ കേസിൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുകയാണ് അത് ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, അതൊരു പൊതു ഫംഗ്ഷനാണ്. മാഡം, സെക്രട്ടേറിയറ്റിനകത്ത് നടന്നത് ഒരു പൊതു ഫംഗ്ഷനാണ്. ഒരു ജുവലറിയുടെ ഉടമ ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്യുന്നു. ആ ആംബുലൻസ് അവിടെ കൈമാറുന്ന ചടങ്ങിൽ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ നിരവധി പേർ, താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലയിടത്തും പ്രസംഗിക്കും. ഓഡിയൻസായി പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കും. ഓഡിയൻസായി അതിൻ്റെ ഭാഗമായി ചില ആളുകൾ വന്ന് നിൽക്കും.
അവിടെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കൂട്ടിക്കെട്ടാൻ ശ്രമം നടത്തിയ ആളുകളാണ് ഇന്ന് വന്ന് നേരെ തിരിച്ചു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ ജാലഹള്ളി അമ്പലത്തിൽ ഈ സ്വർണ്ണ വാതിൽ ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ പറയുന്ന സദാനന്ദ ഗൗഡയ്ക്കും അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഈ അനന്ത് നാരായണനും ഒക്കെ ഇതിനകത്ത് അശ്വന്ത് നാരായണനും ഒക്കെ ഇതിനകത്ത് പങ്കുണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന അതേ വാദഗതി വെച്ചിട്ടാണെങ്കിൽ അത് കറക്റ്റ് ആണ്. ശരി, അല്ല അതും അന്വേഷണ വിധേയമാക്കണം. ഇപ്പോ അജയ് തറയിൽ മാർച്ച് അങ്ങോട്ടും കൂടി സംഘടിപ്പിക്കണം. ശരി, അല്ല ഈ അജയ് തറയിലിനെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അന്വേഷണ റിപ്പോർട്ടുകളും മറ്റുമൊക്കെ പരിശോധിച്ചിട്ടുള്ളൂ. അവിടെ ചെന്ന് രേഖകൾ, രജിസ്റ്ററുകളും മഹസറുകളൊക്കെ പരിശോധിച്ചിട്ടുള്ളത് ദേവസ്വം വിജിലൻസും മറ്റ് അന്വേഷണ സംഘവും ഒക്കെ ആണല്ലോ. അപ്പോൾ ദേവസ്വം വിജിലൻസ് മഹസറൊക്കെ പരിശോധിച്ചതിന് ശേഷം പറയുന്നത് ഇങ്ങനെയാണ്: മഹസറുകൾ പരിശോധിച്ചതിൽ ഭക്തർ സമർപ്പിച്ച സ്വർണം അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ ASP കുറിപ്പ് കൈപ്പറ്റിയ ശേഷം തിരുവാഭരണ കമ്മീഷണറെ ഏൽപ്പിക്കുന്നതായാണ് പ്രതിപാദിക്കുന്നത്. സ്വർണം കൈപ്പറ്റുന്നതിന് അഡ്വക്കേറ്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി ബോർഡ് ഉത്തരവുകൾ ഒന്നുമില്ല. സ്വർണ്ണ കൊടിമരത്തിന്റെ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള പ്രധാനി എന്ന നിലയിൽ ഭക്തർ ടിയാനെ സ്വർണം ഏൽപ്പിക്കുന്നു. അത് ഉടൻ തിരുവാഭരണ കമ്മീഷണർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി വരവ് വെച്ച് രസീത് നൽകി പോകേണ്ടതായിരുന്നു. കൊടിമര നിർമ്മാണത്തിന് സ്വർണം സംഭാവനയായി നൽകിയവരുടെ പേര് വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ 27 പേരുടെ ഒരു പട്ടിക മാത്രമാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ശ്രീ ASP കുറിപ്പ് നൽകിയത്. മേൽവിലാസം പൂർണ്ണമല്ല. ഓരോരുത്തരും നൽകിയ സ്വർണത്തിന്റെ അളവിതിലില്ല. പട്ടിക ഇതോടൊന്നിച്ച് സമർപ്പിക്കുന്നു. സൂചന 9. പട്ടിക പരിശോധിച്ചതിൽ സെലിബ്രിറ്റികളുടെ പേര് കാണുന്നുണ്ട്. ഓരോ വ്യക്തികളെയും നേരിൽ കണ്ട് വിവരശേഖരണം നടത്തണം. ഇത് ചെയ്തത് ആരാണ്? ഹൈക്കോടതി നിയോഗിച്ച ആളാണ്. ഇതിന്റെ പേരിൽ എങ്ങനെയാണ് അജയ് തറയിൽ ചോദ്യം ചെയ്യാൻ പറ്റുക? അല്ല, ഇത് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. വാർത്താ സമ്മേളനം നടത്തി ഈ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ എറണാകുളത്ത് എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപിരിയാത്ത ബന്ധമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഈ കാര്യം പറയുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കും. സ്വാഭാവികമായും ഇവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളായി ചുമതലയേറ്റിരുന്ന ആളുകൾ ഉൾപ്പെടെ ജയിൽവാസം അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അങ്ങനെയാണ് ഇൻവോൾവ്മെന്റ് എങ്കിൽ അത് നെഗ്ലിജൻസ് ആണോ, അല്ലെങ്കിൽ ഈ കോൺസ്പിറസിയിൽ പങ്കാളിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കക്കാൻ വന്ന ആളുകൾക്കൊപ്പം കൂട്ടുനിന്ന് കക്കുന്നതിന് നേതൃത്വം നൽകിയോ എന്നുള്ളത് ഇനി അന്വേഷണത്തിലല്ലേ പുറത്തു വരേണ്ടതുള്ളൂ. ശരി, പുറത്തു വരട്ടെ, അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ശരി, ശ്രീ രാജു പി നായർ, ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർ എന്നുള്ള നിലയിലെ ശബരിമലയിലെ ആദ്യത്തെ ദൗത്യം നടന്നത് ഇതേ കാലയളവിലാണ്. മണിമണ്ഡപത്തിന്റെ സ്വർണം പൂശൽ അത് 2017 ഘട്ടത്തിലാണ്. സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായികളും മറ്റുള്ളവരും ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളും പോയി എന്നുള്ളതാണല്ലോ വലിയ വിവാദം. ഇപ്പൊ സോണിയാഗാന്ധിയിലേക്ക് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി എന്ന ചോദ്യം വരുമ്പോൾ അതിനും ഉത്തരം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, MP മാരടക്കമുള്ള ആളുകൾ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എൻട്രി എന്നുള്ള നിലയിൽ വേണ്ടേ നമ്മൾ ഈ 2017 സംഭവ വികാസങ്ങളെ കാണാൻ? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതൊക്കെ വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നത് CPM മാത്രമാണ്. അല്ലാണ്ട് വേറെ ഒരാൾക്കും അത് സംബന്ധിച്ച് യാതൊരു ധാരണപ്പശകും അതിനകത്തില്ല. കാരണം അവർ ചിരിച്ചു തള്ളുന്ന ആരോപണമാണ്. അതവിടെ നിൽക്കട്ടെ. ശിവൻകുട്ടിക്കൊക്കെ മാത്രം പറയാൻ പറ്റുന്ന അതേ നിലവാരത്തുള്ള ആരോപണം, അതൊക്കെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ BJPയുടെ പ്രതിനിധി കൂടി ചിലപ്പോൾ അത് പറയും, അത്രേ ഉള്ളൂ. അതവരുടെ രാഷ്ട്രീയം. ഇപ്പം TP സിന്ധുമോൾ ഒരു വക്കീലാണ്. TP സിന്ധുമോൾ ഇന്ന് കോടതി പറഞ്ഞ ഇത് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ഈ റിപ്പോർട്ട് കണ്ടിട്ടാണോ സംസാരിക്കുന്നത്? ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം അന്വേഷണ കമ്മീഷണറും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ അറിവോടുകൂടി നടക്കുന്നതാണ്. അവിടെ ഒരിടത്തും ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. വാജിവാഹനം ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഈ 2017 അന്വേഷിക്കട്ടെ, വാജിവാഹനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? വാജിവാഹനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അവർ പറഞ്ഞല്ലോ സ്ട്രോങ് റൂമിലുള്ള കാര്യത്തിൽ. ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. മോഷണം പോലും നടന്നിട്ടില്ല, അതുപോലും പറയാൻ പറ്റില്ല. അതാണോ 2019 കേസ്? 2019 കേസ് അങ്ങനെയാണോ പറയുന്നത്? ഇവിടെ CPMന്റെ പ്രതിനിധി പറയാണ് VD സതീശൻ പച്ചക്കള്ളം പറഞ്ഞ് ഇതെല്ലാം മറ്റാർക്കോ മറച്ചു വിട്ടു എന്ന് പറഞ്ഞത്. VD സതീശനല്ല, ശ്രീ സുരേഷ് കുമാർ അങ്ങനെയാണ് കള്ളം പറഞ്ഞത്. കേരളത്തിന്റെ ഹൈക്കോടതി ആയിരിക്കും. കേരളത്തിന്റെ ഹൈക്കോടതി ഉത്തരവിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പവും എല്ലാം ശബരിമലയിൽ നിന്ന് ഇളക്കി അതിൻ്റെ മോൾഡ് ഉണ്ടാക്കി, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി, സ്വർണം പൊതിഞ്ഞത് മാറ്റി സ്വർണം പൂശിയതാക്കി, എന്നിട്ടൊരു വിൽഫുൾ ബയറിന് അത് വിറ്റതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ്, റെപ്ലിക്ക എന്നാണ് പറഞ്ഞത്. നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം.
ആ ഡ്യൂപ്ലിക്കേറ്റ് ശബരിമലയിൽ കൊണ്ടുവച്ച് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയാ, വി ഡി സതീശനല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നറേറ്റീവാണ്. വി ഡി സതീശൻ കള്ളം പറയുന്നു, അതിലേക്ക് ഇത് കൂട്ടണ്ട. ഞാൻ വേണേൽ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഉത്തരവ് അങ്ങ് അയച്ചു തരാം. മനസ്സിലായില്ലേ? പിന്നെ ശബരിമലയിലെ കൊടിമരത്തെ കുറിച്ച് അന്വേഷിക്കട്ടെ. ദേവസ്വം ബോർഡുകൾ മെമ്പർമാരും പ്രതികളാവണം, അന്വേഷിക്കപ്പെടണം. അപ്പൊ പി കെ കുമാരൻ കൂടി വരും കേട്ടോ. പി കെ കുമാരൻ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മുൻ MLA പി കെ കുമാരൻ. കാരണം ബോർഡ് ഇത് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച, ഈ ദേവപ്രശ്നത്തിന് ശേഷം ഇത് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച ബോർഡിൽ അങ്ങനെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ശ്രീ സുരേഷ് കുമാറെ. അദ്ദേഹത്തിന് എന്തായിരുന്നു അന്ന് പ്രശ്നം? വല്ല സംസാരിക്കാൻ കഴിയാത്ത വല്ല സംഭവം ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് അതിനകത്ത് അനുകൂലമായിരുന്നില്ലേ? ഇനി അനുകൂലമല്ല എന്നങ്ങ് പറയരുത്. ഈ കൊടിമരം കോന്നിയിൽ നിന്ന് വെട്ടി പമ്പയിലെത്തിയപ്പോൾ ആ കൊടിമരത്തിന് മുമ്പിൽ ഒരു വണങ്ങി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പി കെ കുമാറിന്റെ ചിത്രം ഞാൻ അയച്ചു തരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ തീരുമാനം ഉൾപ്പെടെ പി കെ കുമാരൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇനി വാജിവാഹനം കൈമാറിയത് അന്നത്തെ കെ രാഘവൻ അന്നത്തെ ദേവസ്വം ബോർഡിൽ മെമ്പറായിരുന്നില്ലേ, CPM പ്രതിനിധിയായിരുന്നില്ലേ, ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? എന്തേ അദ്ദേഹത്തെ കൂടി നമുക്ക് ചേർക്കണ്ടേ? വേണ്ടേ? വെറുതെ വല്ലതൊക്കെ നിങ്ങളുടെ സ്വന്തം ഗവൺമെന്റിന്റെ കീഴിലുള്ള വിജിലൻസ് സംവിധാനം അന്വേഷിച്ചിട്ട് കോടതി കൊടുക്കുന്ന റിപ്പോർട്ടിനെ പോലും നിങ്ങൾ തള്ളി പറയരുത്. രാഷ്ട്രീയത്തിന് വേണ്ടി തള്ളി പറയലേ, അതിനൊക്കെ നിങ്ങൾക്ക് നിലപാടില്ല എന്ന് ജനങ്ങൾ കരുതിപ്പോവും. അതല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന വെപ്രാളമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. ലോജിക്കലായിട്ട് സംസാരിക്കും, ലോജിക്കലായിട്ട് കള്ളം പറ. നിങ്ങളുടെ ഗവൺമെന്റ് അതിന്റെ കീഴിലുള്ള വിജിലൻസ് സംവിധാനം അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന ഒരു സാധനവും നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ വന്നിരിക്കുന്ന ഈ സ്വർണം ഉൾപ്പെടെ മുഴുവൻ അത് കളക്ട് ചെയ്തത് ഈ അഭിഭാഷക കമ്മീഷനാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ് പെട്ടുപോയി എന്നാ പറഞ്ഞത്. അയ്യപ്പന്റെ സ്വർണം ഒന്നും ഇതിനെടുക്കാൻ കഴിയില്ല. അയ്യപ്പന്റെ ഹുണ്ടിയിൽ വരുന്ന സ്വർണമൊന്നും എടുത്ത് പ്രയോഗിക്കാൻ ഒരു ദേവസ്വം ബോർഡിനും കഴിയില്ല. അതുകൊണ്ട് ദേവസ്വം കമ്മീഷണർ അധികം സ്വർണം ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നിയമപരമായിട്ടല്ലേ ചെയ്തത്. നിങ്ങൾക്കിവിടെ എവിടെയാണ് നിയമപരമല്ലാത്തൊരു കാര്യം കാണാൻ കഴിയുക? ഈ 2017 ഇപ്പൊ അന്വേഷിക്കുന്നത് ഇത് സമീകരിക്കാൻ വേണ്ടി ചെയ്ത പണിയല്ലേ? ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടില്ല. സ്ട്രോങ് റൂമിൽ ഇത് മുഴുവനുണ്ട്. അവിടെ മറ്റെല്ലാത്തിനുണ്ട്. പിന്നെ ഒരു രേഖയുടെ കാര്യമുണ്ടെങ്കിൽ അത് അഭിഭാഷക കമ്മീഷണർക്ക് ആണ് വരുന്നത്. അവർ അന്വേഷിച്ചിട്ടാണല്ലോ പറഞ്ഞത്. ഈ മുഴുവൻ രേഖയും ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയുടെ ബെഞ്ചിലുണ്ടല്ലോ. എന്താ അവർക്ക് സംശയം തോന്നാത്തത്? പിന്നെ നേരത്തെ ഇവിടെ ശ്രീ സുഭാഷ് സാർ സൂചിപ്പിച്ച പോലെ ഹൈക്കോടതിയിൽ തന്നെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംശയം ഉന്നയിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്താ നിങ്ങൾ അതുകൂടി അങ്ങ് അന്വേഷിച്ചോ. പക്ഷെ ഇതൊന്നും കൊണ്ട് 2019 പത്മകുമാറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ ഞങ്ങൾ കഴിയില്ല. നിങ്ങൾ ഇപ്പോഴും ആ കേസിന്റെ തൊണ്ടി മുതൽ പോലും കണ്ടെത്താതെ ആ കേസ് അട്ടിമറിക്കുന്നത് പത്മകുമാറിനെ അതിൽ നിന്ന് ഇറക്കാനാ. പത്മകുമാറിൽ നിന്ന് ഇറക്കാൻ വേണ്ടി തൊണ്ടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഭിലാഷ് പറഞ്ഞല്ലോ 90% കഴിഞ്ഞു. തൊണ്ടി എവിടെ? ഈ പറഞ്ഞ ഹൈക്കോടതി തന്നെ പറഞ്ഞ അവിടെ നിന്ന് അഴിച്ചുകൊണ്ടുപോയി അന്താരാഷ്ട്ര ക്ഷേത്രക്കുള്ള മാതൃകയിൽ കടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടാവില്ലേ? ആ തൊണ്ടി എവിടെ? ഇത് ഏത് വഴിക്ക് പോയി എന്ന് SITക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് SITക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോ ആ കേസ് സ്വാഭാവിക മരണത്തിലേക്ക് വിടുക. എന്തിനാ? ഈ പത്മകുമാറിനെ രക്ഷിക്കാൻ. പിണറായി വിജയൻ വരെ ഇതിന്റെ പുറകെ പോകും. രക്ഷിക്കണമെങ്കിൽ തൊണ്ടി പോലും കണ്ടെടുക്കാതെ ഈ കേസ് ഇല്ലാതെയാക്കണം. ശരി, അവസാനം അല്പ സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീ സുരേഷ് കുമാർ മറുപടി പറയാം. ആദ്യം കട്ടതെവിടെ എന്ന് പറയാൻ കഴിയാതെ, അത് കിട്ടാതെ, തൊണ്ടി കിട്ടാതെ അന്വേഷണം മുടങ്ങുന്നു. അപ്പൊ പിന്നെ എല്ലാവരിലേക്കും ഓരോ നുള്ള് എന്ന വട്ടിലിതാ 2017 പ്രശ്നം, 2012 പ്രശ്നം, ഇങ്ങനെ ആടോടി നടന്ന് പച്ചില കടിക്കുന്നത് പോലെയാണോ അന്വേഷണം? അല്ല, കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി അദ്ദേഹം വളരെ ഫലപ്രദമായി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഒരു കാര്യം പറഞ്ഞു. ശ്രീ പി കെ കുമാരനും അതുപോലെ തന്നെ ശ്രീ കെ രാഘവനും ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന സമയത്ത് അവർക്കും ഇതിനകത്ത് ഇൻഡയറക്റ്റായി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ കെ രാഘവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇല്ലാത്തൊരു കമ്മിറ്റിക്ക് ഏറ്റവും എന്തിനാ ഇടപെടുന്നത്? അത് പറഞ്ഞ് പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത് താങ്കളുടെ സൈക്കോളജിക്കൽ മൂവാണ് എന്നെനിക്കറിയാം.
അദ്ദേഹത്തിന്റെ ആബ്സെൻസിലാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിക്കകത്ത് തീരുമാനം കൈക്കൊണ്ടത് എന്നത് കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൺമുമ്പിലാണ് പറഞ്ഞിട്ടുണ്ട്. ചില വാജിവാഹനം ആളുകളുടെ കൊടുത്തത്. പേര് വിഷയമുണ്ട്. വലിച്ചെടുത്താൽ കമ്മിറ്റിയുടെ വിഷയം നിങ്ങൾക്ക് ആത്യന്തികമായി സുരേഷ് കുമാർ അദ്ദേഹത്തിന്റെ കൺമുമ്പിലാണ് അതല്ല, സ്വാഭാവികമായും വാജിവാഹനം കൈമാറുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും തീരുമാനിച്ചാൽ അതിനകത്ത് ഭൂരിപക്ഷമായി ഇവിടെ ഹിന്ദു MLA-മാരുടെ മാത്രം അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ ആളുകൾ ദേവസ്വം ബോർഡ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത്. അന്ന് UDF-ന്റെ ഭരണമാണ് കേരളത്തിൽ. ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അന്ന് UDF-ന്റെ ഭരണമല്ല. കോൺഗ്രസിന്റെ സ്വീകരിക്കുന്ന PK കുമാരനെ നോക്കിക്കോ, ആ കൊടിമരം സ്വീകരിക്കുന്ന PK കുമാരനെ നോക്കിക്കോ, താണുവണങ്ങി നിൽക്കുന്ന PK കുമാരനെ. അല്ലല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ ആ ദേവസ്വം ബോർഡിന്റെ ഭൂരിപക്ഷം ആർക്കായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവിടെ എങ്ങനെയാണ് ഇവർ ദേവസ്വം ബോർഡ് അംഗങ്ങളായി വന്നത് എന്നതിനെ സംബന്ധിച്ചും ഇവിടെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ കേരളീയർക്കും അറിയാം. എന്നിട്ടും അവരുടെ മേലേക്ക് ഇരിക്കട്ടെ ഒരു പങ്ക് കൂടെ എന്ന രൂപത്തിലേക്ക് എടുത്തു വെക്കാനുള്ള താങ്കളുടെ ശ്രമമുണ്ടല്ലോ, അത് താങ്കളുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടിക്കടി പറഞ്ഞിരിക്കുന്ന നുണയ്ക്ക് തുല്യമായി മാറുകയാണ്. അതിന് സമന്വയത്തിന്റെ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം നുണയാണ് ഈ അന്വേഷണത്തിന്റെ എന്താണ് കണ്ടെത്തുന്നത് കൊടിമരത്തിന്റെ കാര്യത്തിൽ എന്ന് നോക്കാം. എന്തായാലും ദ്വാരപാലക ശില്പത്തിൽ തുടങ്ങി ഇപ്പൊ കൊടിമരത്തിലെത്തി. കൊടിമരത്തിന്റെ കാര്യത്തിൽ എന്താണ് വിജിലൻസ് കണ്ടെത്തുന്നത് നോക്കാം 30 ദിവസം കഴിയുമ്പോൾ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.